എല്ലാവർക്കും നമസ്കാരം. ഇതെന്താണ് ഒരു സവാളയൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ട് എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? ഒട്ടും സംശയിക്കേണ്ട, ഒരു ഓംലേറ്റ് അടിക്കാനായിട്ടുള്ള തീരുമാനത്തിലാണ്. ഇതിപ്പോൾ എന്തിനാ ഞങ്ങളെ കാണിക്കുന്നേ? ഞങ്ങൾക്കിതൊന്നും ഉണ്ടാക്കാൻ അറിയാൻ വയ്യാത്തതുപോലെ എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? അതൊന്നുമല്ല, നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസരമല്ലേ ഇത്. അന്നേ ഒന്ന് വീഡിയോ എടുത്ത് വെച്ചേക്കാമെന്ന് കരുതി. ഇന്ന് ശരിക്കും പറഞ്ഞാൽ രാത്രികളത്തേക്ക് കറിക്കൊന്നുമില്ല. എങ്കിൽ മുട്ടയെടുത്ത് ഒരു ഓംലേറ്റ് അടിക്കാമെന്ന് വിചാരിച്ചു. തൈരും കൂട്ടി കഴിക്കാം എന്നാണ് പ്ലാൻ ചെയ്യുന്നത്. അതിനുള്ള പുറപ്പാടാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് അവൾ ഒരു ഓംലേറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തിട്ടിരിക്കുന്നു എന്നല്ലേ? ഈ ഒരു കൈ കൊണ്ട് ഫോണും പിടിച്ച് ഈ മുട്ടയൊന്ന് തിരിച്ചിടാൻ പെട്ട പാട് എനിക്കറിയാം. ഇതൊക്കെ ഒരു രസമല്ലേ, നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരവസരം. മുട്ടയ്ക്ക് കൂട്ടായി ഒരു ചമ്മന്തി അങ്ങ് തട്ടി. രാത്രിയിലത്തെ കാര്യം കുശാൽ. രാവിലെ ആയി കേട്ടോ. ഇത് കുറച്ച് പയറാണ്. രാവിലത്തെ കലാപരിപാടിയാണ്. പുട്ടിൻ്റെ കൂട്ടത്തിൽ ഒരു കൂട്ടായി ഇരിക്കട്ടെ എന്ന് കരുതി. വീട്ടിൽ നിന്നും നല്ല ആവിയൊക്കെ അങ്ങ് വരുന്നുണ്ട്. ഇവനെ അങ്ങോട്ട് കുത്തിയിടണം. പയറിലേക്ക് വേണ്ട താളിപ്പിനുള്ളതാണ്. കുറച്ച് സവാളയും വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ ഇന്നങ്ങോട്ട് മൂക്കട്ടെ. അങ്ങ് മൂത്ത് കഴിയുമ്പോൾ ആ പയറിലേക്ക് അങ്ങ് തട്ടാം. പുട്ടെല്ലാം ഞാൻ കുത്തിയിട്ടിട്ടുണ്ട്. ഇനി ഒരു പിടി പിടിച്ചാൽ മാത്രം മതി. ഇനി ഇതിനെ ഒന്ന് അകത്താക്കണം. കുട്ടികൾക്ക് ഇന്നിതാ ഗിഫ്റ്റിൻ്റെ പെരുമഴ. ആഹാ, എന്തൊരു സന്തോഷത്തിലാണ് രണ്ടുപേരും. ഇതെന്താണെന്ന് നോക്കാം. രണ്ടുപേരും കൂടെ പെട്ടി തുറക്കാനുള്ള തത്രപ്പാടിലാണ്. കുലുക്കിയൊക്കെ നോക്കുന്നുണ്ട്. പകുതി തുറന്നിട്ടുണ്ട്. ഒരു പെട്ടിയാണ് പുറത്തേക്ക് വരുന്നത്. എന്തായാലും അവർക്ക് കിട്ടിയ ഗിഫ്റ്റ് അവർക്ക് ഉപകാരപ്പെടുന്നതാണ്. സ്പേസ് പാർട്ടി എന്നാണ് എഴുതിയിരിക്കുന്നത്. എനിക്കിത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് ഞാൻ പണ്ട് സ്കൂളിൽ കൊണ്ടുപോയിരുന്ന പെട്ടിയാണ്. പുസ്തകമൊക്കെ ഇട്ട് രണ്ടുപേരും അത് തുറന്നിട്ടുണ്ട്. കളർ പെൻസിലും സ്കെച്ച് പെന്നും എല്ലാം ഉണ്ട്. ബ്രഷുകളും ഒക്കെ ഉണ്ട്. രണ്ടുപേർക്കും എന്തായാലും വളരെ സന്തോഷമായിട്ടുണ്ട്. രണ്ടുപേരും കുറേശ്ശെ പടമൊക്കെ വരക്കും. കൊള്ളാം. എന്തായാലും ഫ്ലിപ്കാർട്ടിൽ നിന്നും ഓർഡർ ചെയ്തതാണെന്നാണ് പറഞ്ഞത്. എന്തായാലും സാധനം കൊള്ളാം. എനിക്കും ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ അകത്ത് വേറൊരു ലെയറും കൂടെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ പൊക്കിയെടുത്ത് അത് മാറ്റി വയ്ക്കുക. ഒരു സ്റ്റാൻഡ് പോലെ നിൽക്കും അത്. എന്തായാലും കാണാനും ഭംഗിയുണ്ട്. അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളും നല്ലതാണ്. മക്കൾക്ക് പടം വരക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് ഫ്ലിപ്കാർട്ടിൽ കയറി സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. എന്തായാലും കൊള്ളാം. എനിക്കിഷ്ടപ്പെട്ടു. വളരെ നന്നായി ഇഷ്ടപ്പെട്ടു. ഇതാണ് അതിൻ്റെ പുറംഭാഗം. വരയ്ക്കുന്ന കുട്ടികൾക്ക് എന്തായാലും ഇതൊരു മുതൽക്കൂട്ടാണ്. നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോകാം. കുറച്ച് ചിക്കൻ ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് പുറത്തേക്ക് വയ്ക്കാം. ഇനിയൊരു ഔട്ട്ഡോർ ഷൂട്ടായാലോ? നമുക്ക് അടുത്തുള്ള ഹെൽത്ത് വരെ ഒന്ന് പോകാം. ഇവർ രണ്ടുപേരിലും ഒരാൾ ഇന്നലെ രാത്രി ചെറുതായിട്ടൊന്ന് ചുമയ്ക്കുന്നത് കേട്ടു. ഒന്ന് ഡോക്ടറിനെ കൊണ്ടുപോയി കാണിച്ചേക്കാം. വെച്ചോണ്ടിരിക്കണ്ടെന്ന് കരുതി അങ്ങനെ ഇറങ്ങുകയാണ്. പോകുന്ന വഴിയൊക്കെ ഞാനൊന്ന് വെറുതെ ഷൂട്ട് ചെയ്തു. നിങ്ങളെയും ഒന്ന് കാണിക്കാമല്ലോ എന്ന് കരുതി. എങ്ങനെയുണ്ട് ഞങ്ങളുടെ നാട്? നല്ല രീതിയിലൊന്ന് എടുക്കണമെന്നൊക്കെ ഉണ്ട്. മനസ്സിൽ വലിയ ആഗ്രഹങ്ങളാണ്. പക്ഷേ എടുക്കാൻ ഇങ്ങനെ അറിയൂ. എന്നാലും സാരമില്ല, ആഗ്രഹം തീരട്ടെ. അങ്ങനെ ഞങ്ങളിതാ ഹെൽത്തിലെത്തി കേട്ടോ. നല്ലൊരു ആശുപത്രി. അധികം തിരക്കൊന്നുമില്ലായിരുന്നു ഞാൻ ചെല്ലുമ്പോൾ. അത് കാരണം പെട്ടെന്ന് ഡോക്ടറിനെ കാണാൻ സാധിച്ചു. പോയി ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഞങ്ങൾ ഡോക്ടറിനെ കണ്ട് തിരിച്ചിറങ്ങി. പോരുന്ന വഴി കുട്ടികൾക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ചു. അതൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. ആപ്പിളും തണ്ണിമത്തനും മുന്തിരിയും മാങ്ങായും ഒക്കെ മേടിച്ചു. തണ്ണിമത്തൻ ഞാൻ അപ്പോൾ തന്നെ മുറിച്ചു. ഫ്രിഡ്ജിൽ വെക്കരുതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് തന്നെ അത് തിന്നു തീർക്കണം. പുറത്തെടുത്ത് വെച്ച ചിക്കൻ പെട്ടെന്ന് തന്നെ ഒരു കറിയാക്കി എടുക്കാം. അതിനായി ഞാൻ മസാലയൊക്കെ കൂട്ടി പെട്ടെന്ന് തന്നെ കുക്കറിലേക്ക് അങ്ങോട്ട് വെച്ച് 2-3 വിസിൽ അങ്ങോട്ട് കേൾപ്പിച്ചു. ആ സമയവും എൻ്റെ കുട്ടിപ്പട്ടാളങ്ങൾ വന്ന ഉടനെ തന്നെ ഇതാ പടം വരയിലേക്ക് ഇറങ്ങി. അവർക്കിന്ന് ഇതാണ് ലോകം. എൻ്റെ ലോകം ഈ വീഡിയോ എടുപ്പും.
നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി.